ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അപമാനിക്കണം? എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോനെ അകത്താ. അതറിയോ, ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. അച്ഛാ നിക്ക്, ഞാൻ പോരാ. സഞ്ജു, നിഷിമ, സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ ഇതായിരുന്നല്ലേ ചേട്ടന്റെ ഉദ്ദേശം? നിഷിമ, നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്ലാറ്റും കാറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിനെന്താ തെളിവ്? തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല, എനിക്കിതൊന്നും വേണ്ട. എന്താ ചേട്ടാ ഇങ്ങനെ? എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം. അങ്ങനെ തന്നെയല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. പരമ കഷ്ടം. മോളെ, ഞാനൊരു മനുഷ്യനാണോടോ? പെൺകുട്ടികളെ ഇറക്കി വിടാൻ അത്ര പാടൊന്നുമില്ല അച്ഛാ. അവർ നന്നായിട്ട് ജീവിച്ചോ. ഇനി ഇവിടുന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും. അങ്ങനെ ഒരു മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. യു ക്യാൻ. അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ? സംസാരിക്കും. ഞാൻ അമ്മല്ലോ നോക്കട്ടെ. അമ്മേ, അവിടെ എന്താ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പൊ എവിടെയാ? ഞാൻ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു. അച്ഛനും അമ്മയും വരുമോ? ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കും. നീ പോയി നോക്ക് മോളെ. അച്ഛാ, തിങ്കളാഴ്ച ചടങ്ങ്. മോളെ, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സഞ്ജു എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. മോള് വിഷമിക്കണ്ട, അച്ഛൻ വിളിച്ചോളാം. അച്ഛാ, അമ്മ, അച്ഛാ, ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നുമില്ല. അച്ഛൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെയാ ചോർന്നു പോയേ? ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ?
ഒന്നുമില്ല ഒന്നുമില്ല. ഒന്നുമില്ല. മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. അമ്മ അമ്മ അതൊക്കെ വിട്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഞ്ജുവിനെ വിടാം. ഉം? കരയില്ലേ കരയില്ലേ? അമ്മേ, ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ? റോഡിൽ വെച്ച് നടന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു. അമ്മേ, ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ? ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നില്ല. എന്നാ പിന്നെന്താ ഇതൊക്കെ? ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിക്കും. വെള്ളം മാത്രം ഉപയോഗിക്കാം, സപ്ലിമെൻസും. തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം. അമ്മേ, അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛന് വെള്ളം കൊടുക്കമ്മേ. അമ്മേ, ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട. എന്തോ പാടി ഇതൊക്കെ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ ഇതൊക്കെ? ഇന്നത്തെ ദിവസം സംസാരിക്കാതിരിക്കൂ. ഏട്ടന്റെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ മുഴുകും. ഇവനൊക്കെ കിട്ടും. ബിനുമോൻ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയാണോ? എനിക്ക് അമ്മയെ ഇഷ്ടം. ഷിബിമോൻ ആരെയാ ഇഷ്ടം? എനിക്ക് അച്ഛനും അമ്മയെ ഇഷ്ടം. ഷിബിമോൻ ഈ പാട്ടൊന്ന് പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി. ഇനി മോൻ പാടിയേ.